എറണാകുളം ജില്ലയിലെ പെരിയാർ നദിയോട് ചേർന്ന് കിടക്കുന്നതും വന അതിർത്തികൾ പങ്കിടുന്നതുമായ പ്രദേശങ്ങളുള്ള പഞ്ചായത്താണ് വേങ്ങൂർ. കൃഷിക്ക് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള പഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ പ്രാദേശിക ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള പഞ്ചായത്ത് കൂടിയാണ്. പ്രസിഡന്റ് ശില്പ സുധീഷാണ് നമ്മളോട് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ കൂടെയുള്ളത്. നമസ്കാരം ശ്രീമതി ശില്പ. നമസ്കാരം. ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം, ഇതിന്റെ വികസനത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന മുൻതൂക്കം, ഇതിനെയൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നത്? നമ്മുടെ പഞ്ചായത്തില് വളരെ നല്ല രീതിയിൽ കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരും ഒക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് നമ്മുടേത്. അപ്പൊ ഈ പഞ്ചായത്തില് വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ ഭംഗിയായിട്ട് ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ടൂറിസ്റ്റ് മേഖലയാക്കി ആക്കി മാറ്റാനായിട്ട് പഞ്ചായത്തിന്റെ നല്ലൊരു ഇടപെടല് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ ആദ്യ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാണിയേലി പോര്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തില് വൃത്തി കോൺക്ലേവില് 3ാം സ്ഥാനം വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പാണിയേലി പോരിനായിരുന്നു ലഭിച്ചത്. തീർച്ചയായും അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൂടുതൽ വീടുകൾ, അർഹതപ്പെട്ട എല്ലാവർക്കും വീടുകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു നേട്ടമായി തന്നെ കാണാം, അല്ലേ? 250ഓളം വീടുകൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 250ഓളം കുടുംബങ്ങൾക്ക് വീട് നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു. സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പാക്കുന്ന ഒരു ഭവന പദ്ധതിയാണ് ലൈഫ് 2020. അപ്പൊ അതില് നമുക്ക് ഏകദേശം 100 കുടുംബങ്ങൾ ഇപ്പം വീട് പണി പൂർത്തീകരിച്ചു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നമുക്ക് 300ഓളം കുടുംബങ്ങളിലേക്ക് വീടിന്റെ പണി 250 വീടിന്റെ പണി പൂർത്തീകരിക്കാനും ബാക്കിയുള്ളവർക്കുടെ എഗ്രിമെന്റ് പൂർത്തിയാക്കി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഏറെ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണല്ലോ. പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളുടെ എല്ലാം തന്നെ അടിസ്ഥാന വികസനങ്ങൾ, സൗകര്യങ്ങളെല്ലാം തന്നെ മുന്നേറ്റത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. 4 സർക്കാർ സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 3 LP സ്കൂളുകളും 1 UP സ്കൂളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ സ്കൂളുകളെ എല്ലാം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളാക്കി, ഹൈടെക് ക്ലാസ് റൂമുകളാണ്. അതോടൊപ്പം തന്നെ UP സ്കൂള് നമ്മള് ഗ്രാമപഞ്ചായത്ത് തന്നെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തെ അറിഞ്ഞ് കുട്ടികൾ വളരുക എന്ന ലക്ഷ്യത്തോടുകൂടി ശാസ്ത്ര ലാബ്, അതുപോലെ തന്നെ 50 കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാള്, അതുപോലെ എല്ലാ സ്കൂളുകളിലും നമ്മള് കുട്ടികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി LKG UKG ക്ലാസ്സുകളില് സ്കൂളുകളെ ക്ലാസ് റൂമുകള് വളരെ ശിശു സൗഹൃദമായി പെയിന്റിങ് ചെയ്ത് ഭംഗിയുള്ള ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ അംഗൻവാടികളാണെങ്കിലും ഇതുപോലെ തന്നെ പെയിന്റിങ് ഒക്കെ നടത്തി ശിശു സൗഹൃദ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ അടച്ചുറപ്പുള്ള ക്ലാസ് റൂം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യം നമ്മൾ അംഗൻവാടികളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും നോക്കിയാൽ നമ്മൾ കുട്ടികള് സ്കൂളിലാണെങ്കിലും അംഗൻവാടികളിലാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഒരു പഠന മികവിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സ്കൂൾ തലത്തിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ എടുത്തു പറയുന്നത് ആരോഗ്യരംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളെ തന്നെയാണ്. പഞ്ചായത്തിലെ വിവിധ സബ് സെന്ററുകളുടെ ആധുനികവൽക്കരണം അടക്കം തന്നെ നടപ്പിലാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത്. പഞ്ചായത്തിന്റെ വിവിധ സബ് സെന്ററുകളെ ആധുനികവൽക്കരിക്കുകയും വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുമന വാർഡിലെ എല്ലാ രീതിയിലും അത് വാർഡിലെ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി ഒരു പുതിയ സബ് സെന്റർ ഭരണസമിതിക്ക് നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും
നല്ല രീതിയിൽ മികവുറ്റ ഒരു ടീമിനെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായിട്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്തു നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് മരുന്നുകൾ നമ്മുടെ സബ് സെന്റർ വഴി അതുപോലെ ഹോസ്പിറ്റൽ മുഖാന്തരം നമുക്ക് മേടിച്ച് നമ്മൾ എല്ലാ വർഷവും പഞ്ചായത്ത് നൽകുന്നുണ്ട്. തീർച്ചയായും ഇതിൽ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക പദ്ധതികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ നടപ്പിലാക്കുന്നത്? ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 4 വർഷവും നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വയോജനങ്ങൾക്കായിട്ട് ചൂരത്തോട് വാർഡിൽ ഒരു പകൽ വീട് പൂർണ്ണതയിൽ എത്തിക്കുന്നതിനായിട്ട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അതിന്റെ ഈ സാമ്പത്തിക വർഷം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. കൃഷിയുമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള പഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതിൽ കർഷകരെ കൃഷിയെ സംബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. ക്ഷീരകർഷകരുടെ ക്ഷേമത്തിനായി ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ള ഒരു തുടർച്ചയായിട്ട് അവാർഡ് മേടിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. എറണാകുളം ജില്ലയിൽ തന്നെ ക്ഷീര മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് 3 വർഷവും തുടർച്ചയായിട്ട് അവാർഡ് നമ്മൾ മേടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ക്ഷീരകർഷകർക്കായിട്ട് പാലിന് സബ്സിഡി എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നമ്മുടേതാണ്. അതോടൊപ്പം തന്നെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിനായി മിൽമ സംഘങ്ങൾ അളക്കുന്ന പാലിന് സബ്സിഡി, കാൽത്തീറ്റ എല്ലാ വർഷവും നമ്മൾ വിതരണം നടത്തുന്നുണ്ട്. പശുക്കൾക്ക് മിനറൽ മിക്സർ വിതരണം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. മുട്ടക്കോഴി വിതരണം, പോത്തൂട്ടി വിതരണം, ആട് വിതരണം. അതുപോലെ ക്ഷീരഗ്രാമം പദ്ധതി, എറണാകുളം ജില്ലയിൽ ക്ഷീരഗ്രാമം പദ്ധതി ഏറ്റെടുത്ത ആയിട്ടാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. അതിനകത്ത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയും നൽകി 60ഓളം പശുക്കളെയാണ് നമ്മൾ ക്ഷീരഗ്രാമ പശു പദ്ധതി പ്രകാരം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അത് ബഹുമാനപ്പെട്ട ജെ ചിഞ്ചുറാണി മിനിസ്റ്ററാണ് കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അതോടൊപ്പം തന്നെ തൊഴുത്ത് നവീകരണം, ചാണകക്കുഴി നവീകരണം, അതുപോലെ കറവ യന്ത്രം എല്ലാം നമുക്ക് ജനങ്ങളിലേക്ക് ഈ ഒരു പദ്ധതി മുഖാന്തരം നടപ്പാക്കാനായിട്ട് സാധിച്ചു. ഇതിന്റെ എല്ലാം തുടർന്നും ഈ വർഷവും നമ്മൾ പോത്തൂട്ടി വിതരണം, അതുപോലെ തന്നെ പശുവിനെ മേടിച്ച് നൽകുന്ന പദ്ധതി, അത് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിക്കാരുടെ വിളകൾ നശിപ്പിക്കുന്ന ഒരു പതിവ് സംഭവമായി മാറിയിട്ടുണ്ടല്ലോ. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചു വരുന്നത്? നമ്മൾ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെത്. അതിനകത്ത് നമുക്ക് RKVY എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രകാരം കിലോമീറ്ററോളം ഫെൻസിങ് ഇട്ട് ഏകദേശം നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പകുതി ഭാഗത്തോളം നമുക്ക് ഫെൻസിങ്ങിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടർന്നും നബാർഡ് പദ്ധതിയിൽ പെടുത്തി 30ഓളം കിലോമീറ്റർ നമ്മുടെ പഞ്ചായത്ത് 3 പഞ്ചായത്തുകളെ ചുറ്റപ്പെട്ടാണ് നമ്മുടെ ഈ ഫെൻസിങ് പോകുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഈ ഫെൻസിങ് വരുന്നത് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ പദ്ധതി വരുന്നതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരു പരിധിവരെ കാട്ടാന ശല്യം, നമുക്ക് മറ്റ് മൃഗങ്ങളുടെ ശല്യവും ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും. ഒപ്പം തന്നെ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകളാണ് നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗ്രാമീണ റോഡുകളെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഒപ്പം തന്നെ തെരുവ് വിളക്കുകളെല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണോ നടപ്പിലാക്കുന്നത്? ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ റോഡുകളും വളരെ നല്ല രീതിയിൽ നവീകരിക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിൽ വരുന്ന എല്ലാ റോഡുകളും നമുക്ക് നവീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആസ്തിയിലില്ലാത്ത ചില റോഡുകൾ മാത്രമാണ് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മുൻതൂക്കം നൽകിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ റോഡുകളുടെ നവീകരണം ഏറ്റെടുത്ത് നടത്തുന്നത്. തീർച്ചയായും. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വിവിധ ചെറുകിട കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? കുടിവെള്ള പദ്ധതികൾക്കായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം ഈ 4.5 വർഷത്തിനുള്ളിൽ നമ്മൾ 5 കുടിവെള്ള പദ്ധതികൾ നമുക്ക് ജനങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തുടർന്നും മിനി കുടിവെള്ള പദ്ധതികളാണ് കൂടുതലായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ നവീകരണം, പൈപ്പ് ലൈൻ നീട്ടല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങൾ നമുക്ക് കുറവാണ്. ജൽജീവൻ പദ്ധതി പ്രകാരം
ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് ഇത് മുഖാന്തരം കുടിവെള്ള പദ്ധതികൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഏറ്റവും കൂടുതൽ പ്രാദേശിക ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇതും. ഈ ഭാവി പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ഈ ടൂറിസത്തിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുക? ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് കരുതിയിരിക്കുന്നത്? വളരെ മനോഹരമായ ഒരു പഞ്ചായത്താണ്. അപ്പൊ നമുക്ക് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം പാണിയേലി ഇപ്പോൾ ഒരു വന സംരക്ഷണ സമിതിയുടെ കീഴിലാണെങ്കിലും അത് ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ പുല്ലേനിപ്പാറയിൽ നമ്മളൊരു പുതിയ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വാച്ചിങ് ടവർ, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം, 200 വർഷം പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രം, അങ്ങനെ വളരെ മനോഹരമായ പുല്ലേനിപ്പാറയുടെ നവീകരണ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പദ്ധതി നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നെ ബെമ്പൂരൻ ദ്വീപ് ഗ്രാമപഞ്ചായത്തിന്റെ അണേരി പോരിൽ തന്നെയാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മുടെ വളരെ ഒരു ടൂറിസത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത്. തീർച്ചയായും എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.